എല്ലാരും കാണാം, എല്ലാരും കാണാം. നല്ല സിനിമ, നല്ല സിനിമ. എല്ലാരും കാണാം, നല്ല പടമാണ്, നല്ല പടമാണ്. നല്ല ഇമോഷണൽ പടം. അടിപൊളി. അടിപൊളിയാട്ടോ. അടിപൊളി. ഞാൻ ക്രൂവാ ഗംഭീര സിനിമയാണ്, അസല് സിനിമയാണ്. എല്ലാരും വന്ന് കാണണം. നല്ല സിനിമയാണ്, ഗംഭീര സിനിമയാണ്. ജ്യോതിഷേട്ടൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ചെയ്യാനൊന്നും പറയില്ല. ഒരു പഴക്കവും വന്ന പോലെയുള്ള നല്ല ഡയറക്ഷൻ, നല്ല സിനിമ, നല്ല അഭിനയം, എല്ലാവരുടെയും ഗംഭീര സിനിമ. ഞങ്ങൾ കുറെ പുതുമുഖങ്ങളൊക്കെ ഓഡിഷൻ ചെയ്തെടുത്ത അടിപൊളി പടമായിരുന്നു. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയ വിശ്വസിച്ച് പടം കൊള്ളാം. ഇവരൊക്കെ അടിപൊളിയായിരുന്നു, ഞാനും അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പടം എന്തായാലും ഹിറ്റ് ആവുമെന്ന് വിശ്വസിക്കുന്നു. സന്തോഷം, ഇതിലൊരു ഭാഗമാകാൻ പറ്റിയ സന്തോഷം. ഹിറ്റാണ് പടം, ഹിറ്റാണ്. താങ്ക് യു. അത് ഇങ്ങനെ റെസ്പോൺസ് ആണോ ഭയങ്കര സന്തോഷം. എല്ലാരും ഭയങ്കര നല്ല റെസ്പോൺസ്. നല്ല വൈബ്, അടിപൊളി വൈബ്. അതെ ക്യാരക്ടർ ഭയങ്കര നന്നായിട്ട് എഴുതിയിരിക്കുന്ന ക്യാരക്ടറാണ്. അപ്പോൾ നന്നായിട്ട് ക്യാരി ചെയ്യാന്നുള്ളത് മാത്രമേ പറഞ്ഞു. അതൊക്കെ എന്തായാലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു. തിയേറ്ററിന് നല്ല കൈയടി കിട്ടുന്നു. അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ കൂടെ ആൾക്കാർ അങ്ങനെ സഞ്ചരിക്കുന്നതുകൊണ്ടാണല്ലോ ആ കൈയടി കിട്ടുന്നത്. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു. ഈ പടത്തിന്റെ ഭാഗം പറ്റുന്ന സന്തോഷമുണ്ട്. ജോൺചേട്ട നാലഞ്ച് ചെറുപ്പക്കാരൻ പറഞ്ഞ നോവലാണ് പടമായിട്ട് വന്നിരിക്കുന്നത്. വളരെ ജ്യോതിഷേട്ട ആദ്യത്തെ സംവിധാനമാണ്. നല്ല രീതിയിൽ വന്നിട്ട് എല്ലാവരും റെസ്പോൺസൊക്കെ അടിപൊളിയായിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവരും പടം കണ്ടിട്ട് പറയും. താങ്ക് യു സോ മച്ച്. കോമഡി ഒന്നല്ല, നമ്മളിപ്പോൾ പണ്ട് കാണുന്ന കുറേ ഒരു ഫീൽ ഗുഡ് മൂവീസ് ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു മൂവിയാണ്. ഓക്കെ, അത് നല്ല അടിപൊളി സിനിമ. പടത്തിന്റെ എക്സ്പീരിയൻസ് എന്താ? നല്ല പടമാണ്. നിങ്ങൾക്ക് എന്താ തോന്നി അത് പറ ആദ്യം. ഇഷ്ടപ്പെട്ടോ? അത്രേ ഉള്ളൂ. എല്ലാവർക്കും പടം ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം പടം എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ വന്ന് തിയേറ്ററിൽ വന്ന് കാണുക. താങ്ക് യു. എന്തോ സ്വർണ്ണം ഇല്ലാതെയോ? അതാണല്ലോ പറഞ്ഞേ, ശ്രമിക്കാം. ആഗ്രഹമുണ്ട്, ശ്രമിക്കും. ഇല്ല, ജീവിക്കാൻ പറ്റും. അതായത് പണ്ട് കാലത്ത് ആദ്യകാലങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ കല്യാണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നടന്ന ഒരു കഥയാണ് അത്. വളരെ നല്ല രീതിയിൽ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഡയറക്ടർ ജ്യോതിഷ് ശങ്കർ. ആദ്യമായിട്ട് സംവിധാനം ചെയ്തതാണ്. ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു ഫീലല്ല. തുടക്കം മുതൽ ഒടുക്കം വരെയും ഒരു മുഖ്യധാരയിലുള്ള ഡയറക്ടർ സംവിധാനം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ നമുക്കത് ഫീൽ ചെയ്തത്. വളരെ സന്തോഷം. എനിക്കും ഇതിലൊരു ഭാഗമാകാൻ പറ്റി. ഒരു ചെറിയ സീനിൽ ഞാനും സന്തോഷം. എല്ലാവരും കാണുക തീർച്ചയായിട്ടും. വന്ന് കണ്ട് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ റിവ്യൂ പക്ക, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാവരും വന്ന് കാണുക. പടം അതാ പറഞ്ഞത്, നമ്മൾ കോമഡി വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ പെട്ടെന്ന് പടത്തിന് വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ച കോമഡി പരിപാടി തന്നെ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു സീൻ ചെയ്യാൻ പറ്റിയ സന്തോഷമുണ്ട്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നത്. ഡയറക്ടർ സാറിൻ്റെ ആണെങ്കിലും ബേസിലേട്ടൻ, സജിനേട്ടൻ, എല്ലാവരും പക്ക നമ്മളെ ഫ്രീ ആക്കി നിർത്തി. അതുകൊണ്ട് ചെയ്യാൻ പറ്റി നല്ല രീതിയിൽ. ഹാപ്പിയാണ്. ഇനി അടുത്ത പരിപാടി വരുന്നുണ്ട്, സെറ്റ് ആവും. പടം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി തന്നെ കാണുക. അടിപൊളി പടമാണ്. ആവശ്യത്തിനകത്ത് കണ്ട അമ്പാനെയല്ല, പൊന്മാനകത്തുള്ള അമ്പാൻ. ഇവനുണ്ട്, ഇവനും നമ്മുടെ എന്താ പറയാ, നമ്മള് അഭിനയിച്ച പടമാണ്. എല്ലാവരും കാണണം. അപ്പോൾ എല്ലാവരും പോയി കാണുക. സന്തോഷം. താങ്ക് യു. തീർച്ചയായിട്ടും നമ്മുടെ പേരിൽ തന്നെ ഒരു പുതുമയുണ്ട്. അത് ആ ഒരു പേര് തന്നെ ഈ ഒരു ടൈറ്റിൽ തന്നെ നൽകണമെന്നുള്ള കണ്ടിറങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും.
ബേസിൽ ജോസഫ് എന്ന് പറഞ്ഞ നടൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസിൽ ഒന്നായി തന്നെ ഈ ഒരു ചിത്രത്തിലെ ഈ ഒരു കഥാപാത്രം മാറുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. അതേപോലെ തന്നെ സജിൻ ഗോപു, ലിജോ മോൾ അവരൊക്കെ മത്സരിച്ച് തന്നെ അഭിനയിച്ചിരിക്കുന്നു. ആനന്ദായാലും ദീപക്കായാലും അവരൊക്കെ നല്ലൊരു കഥാപാത്രമായിട്ട് തന്നെ ഇതിൽ ഉടനീളമുണ്ട്. അതേപോലെ പേരറിയാത്ത ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. നല്ല കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കാസ്റ്റിങ്ങും ദൃശ്യഭംഗിയും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നല്ലൊരു സംവിധാന മികവും ഇവരെയൊക്കെ ചേർത്ത് ഒരു ചിത്രം ചെയ്തപ്പോൾ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ കുടുംബവും മൊത്തം നമുക്ക് കണ്ടാസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയായിരുന്നു പൊന്മാൻ. നമുക്കെന്ന് പറയുന്നൊരു സാധനമൊന്നും എനിക്കിതുവരെ കൊമേഴ്ഷ്യൽ മൂവീസിലൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇതിൽ കൃത്യമായിട്ട് അദ്ദേഹം വിളിച്ചു. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിലും കൂടുതൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. എല്ലാം അടിപൊളിയാവട്ടെ. എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. തിയേറ്റർ വാച്ച് പടമാണ്. നിങ്ങളാരും OTTക്ക് വെയിറ്റ് ചെയ്യരുത്. മാക്സിമം എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. സന്തോഷം. ഇമോഷനും ഉണ്ട്, അത്യാവശ്യത്തിന് കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. ഫൈറ്റിനാണെങ്കിൽ അത്യാവശ്യം ഒരു ഫൈറ്റ് ഉണ്ട്. പക്ഷേ കൂടുതൽ എനിക്കൊരു ഇമോഷണലാണ് ഫീൽ ചെയ്തത്. ബേസിൽ ജോസഫിൻ്റെ അതൊരു യുവാവിൻ്റെ എന്താ പറയുക, ഒരു സാഹചര്യങ്ങളെ കാരണം എന്ന് പറഞ്ഞാൽ അവർ ഈ കഥ നമ്മൾ പറയണ്ട. കാരണം ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഓരോ യുവാവിനും അത് മനസ്സിലാവുള്ളൂ എന്താണ് ലൈഫ് എന്നുള്ളത്. ആ പെണ്ണിൻ്റെ ബ്രദറായിട്ട് അഭിനയിക്കുന്നവരാണെങ്കിലും എല്ലാം കൊണ്ടും എല്ലാം നല്ല ഫസ്റ്റ് നല്ല അടിപൊളി കാസ്റ്റിംഗ് ആണ്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പടത്തിൽ ഏറ്റവും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല സിനിമയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അപ്പുറം ഇപ്പുറയും വീടിൻ്റെ അപ്പുറം ഇപ്പുറയൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഡെയിലി കാണുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത്. അവിടെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ക്യാരക്ടറോടും ഈ സിനിമയോടും റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം എന്തായാലും എല്ലാവരും വരിക, കാണുക, ഇഷ്ടപ്പെട്ടാൽ 100 പേരെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു. തമിഴ് നമ്മളെല്ലാം ഞെട്ടിച്ചിട്ട് അവസാനം മലയാളത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നതാണ്. ഒരു സന്തോഷമുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട്. സിനിമയായാലും ഇതിൽ ഓരോ ക്യാരക്ടേഴ്സ് ആയാലും എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിലൊരുപാട് സന്തോഷം. നമ്മൾ നല്ലൊരു സിനിമ ഒരുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ആയാലും ഭയങ്കര സന്തോഷമുണ്ട്. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതിലും ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പം മിനി സ്ക്രീനിൽ ഇപ്പം എന്താ പറയുക, ഇത്രയും പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടർ ഇപ്പം എന്ന് വെച്ചാൽ ഒരു കേന്ദ്ര അപ്പോൾ അതിലേക്കുള്ള ഒരു യാത്ര എത്രത്തോളം സന്തോഷത്തോടെ ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞില്ല, നമ്മൾ പടം ചെയ്ത് തുടങ്ങുന്ന ഒരാളാണ്, പുതിയ ആളാണ്. അപ്പോൾ അവർക്ക് തന്നെ ഇതേപോലത്തെ ഇങ്ങനെ ഒരു ക്യാരക്ടർ വരുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. വിശ്വസിച്ച് ഏൽപ്പിക്കാൻ ധൈര്യം കാണിച്ച ജോഷ് ചേട്ടനും ഇത് എഴുതിയ ഇന്ദുവൻ ചേട്ടനും പിന്നെ ക്യാമറ ചെയ്ത സാനു ചേട്ടനും ഒക്കെ എല്ലാവരോടും ഭയങ്കര കടപ്പാടും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ ഉണ്ട്. അതുതന്നെയാണ് പറയാനുള്ളത്. നമ്മൾ വായിച്ചിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള കഥയാണ്. പക്ഷേ അത് അതിനേക്കാളും മനോഹരമായി എടുത്തു വെച്ചിട്ടുണ്ട്. ബേസിലിൻ്റെ നല്ല പെർഫോമൻസ് ആണ്. സിനിമാറ്റോഗ്രാഫി, മ്യൂസിക് എല്ലാം അടിപൊളിയാണ്. താങ്ക് യു.